ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഞാൻ എൻ്റെ യുണിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനപ്പോൾ ഇന്ന് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ സ്റ്റഡീസിനെ പറ്റിയിട്ടും എൻ്റെ കോളേജിലെ പറ്റിയിട്ടുമൊക്കെ ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു ഇന്ന്. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾക്ക് ബ്രേക്കാണ്. ഞങ്ങളുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇനി 4 to 5 ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ നാട്ടിലിരിക്കുകയാണ്. ഞാനിവിടെ UK ഇപ്പോൾ ഉള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് ലണ്ടനിൽ ഞാനിപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ 3rd ഇയർ ആണ് കറൻ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു അഡീഷണൽ ഇയർ എടുത്തതാണ് എൻ്റെ കോഴ്സിൽ. ഞാൻ നാട്ടിൽ നിന്ന് കോഴ്സ് എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് 3 ഇയർ കോഴ്സായിരുന്നു. ഇവിടെ വന്ന് ഞാനതൊരു 1 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആളുകൾക്ക് എടുത്താൽ മതി ഇയർ. അഡീഷണൽ ഇയേഴ്സ് എടുക്കാം, പ്രോബ്ലങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് ഇയറും ഇപ്പോൾ എനിക്കിനി അഡീഷണൽ വരുന്നത് പ്ലേസ്മെൻറ്റ് ഇയർ ആണ്. പ്ലേസ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കിനി അഡീഷണൽ പ്ലേസ്മെൻറ്റ് ഇയറും കൂടെ വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാനതിന് അഡീഷണലായിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയർ കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പം ഞാൻ പറയാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ UK വന്നിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, സ്റ്റുഡൻറ്റ് ലൈഫ് എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ ക്ലൈമറ്റ് ഇച്ചിരി മൂടി ക്ലൈമറ്റ് ആണ്. ഒരു ഈവനിങ്ങോടെ ആയതുകൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റ്. കാരണം സൺസെറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ടൈം ഫ്രെയിം മാറിയതുകൊണ്ട് തന്നെ സമ്മർ ടൈം അല്ല, ഇപ്പോൾ വിൻ്റർ ടൈമാണ്. അതുകൊണ്ട് നമ്മുടെ സൺ പെട്ടെന്ന് പോകും. നമുക്ക് കുറച്ച് സമയം ലൈറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ UG കോഴ്സാണ്. എനിക്കിവിടെ വന്ന സമയത്ത് ഞാൻ 2022 സെപ്റ്റംബർ ഇന്ത്യക്കായിരുന്നു. വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കറിയാം, നാട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ പുറത്ത് പോയി എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡിഗ്രി കോഴ്സിന് വേണ്ടിയിട്ട് UK വരികയായിരുന്നു ചെയ്തത്. അപ്പം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രാവൽ ചെയ്തും ആൾക്കാരെ പരിചയപ്പെടുന്നതും ഒന്നും എനിക്കത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്. ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി, തന്നെ ലോണ്ട്രി ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ പോട്ടെ, ഞാൻ തന്നെ എൻ്റെ ട്രാവല്, ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ ഞാൻ എൻ്റെ എന്താ പറയുക, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു യങ് ഏജിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. എൻ്റെ 19-ാം വയസ്സിൽ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കറൻ്റ്ലി 21-ലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തോറ്റു പോകുമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ഒരു പുതിയ സ്ഥലവും പുതിയ ആളുകളെയും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഷുവറായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ഡെവലപ്പാവും. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത്സ് കൂടും, കോൺഫിഡൻസ് വരും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഞാനിങ്ങനെ അത്ര സോഷ്യൽ മീഡിയയിലേക്കൊന്നും അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലായിരുന്നു ഇതുവരെ. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലോൺലിനെസ് ഒരുപാട് നമുക്കുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇല്ല, നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യമല്ല. ലാംഗ്വേജ് വേറെയാണ്, കൾച്ചർ വേറെയാണ്, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, റിലേറ്റീവ്സ് ആരും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ. ഇപ്പം നമുക്കൊന്ന് സങ്കടം വന്നാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആരുടെ അടുത്ത് പറയണം എന്നറിയാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ നിന്ന് ഒരു 4 പേരാണ് ഞങ്ങൾ കയറി വന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെ പഠിച്ച ആളുകളായിരുന്നു അവർ. അപ്പോൾ ഞങ്ങളെല്ലാവരും സെയിം കോഴ്സ്, സെയിം സ്ഥലം ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ലണ്ടനിലേക്കാണ് നേരെ വന്നത്.
ഫസ്റ്റ് എൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത് UK വരുന്നത് തന്നെ ഒരു ഫ്ലോ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം എടുത്തിട്ട് വന്ന വീട് ഒരു സ്കാം ആയിരുന്നു. അത് ഞങ്ങളുടെ കുറേ പൈസയൊക്കെ പോയി. പക്ഷേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന പരിചയപ്പെട്ട ഒരാൾ വഴിയിട്ടാണ് വീടെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ നല്ലൊരാളായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പൈസയൊക്കെ തിരിച്ച് കിട്ടി. ആളുടെ പൈസ പക്ഷെ പോയി. ഞങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ടും പുതിയതായിട്ട് വന്നതുകൊണ്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് ആ പൈസ തിരിച്ച് തന്നത്. ആളൊരു നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ല എല്ലാവരും. ഇവിടെ ഒരുപാട് സ്കാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചൊക്കെ വേണം വരാൻ വേണ്ടിയിട്ട്. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന അക്കോമഡേഷന് കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ ഏത് ഏജൻസി വഴിയാണോ വരുന്നത് ആ ഏജൻസിയിൽ നിന്ന് തന്നെ അക്കോമഡേഷൻ സെറ്റാക്കി വരുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സേഫ്. ഒരു 1 മന്തിനേക്കൊക്കെ എടുത്തിട്ട് വരിക, ഇവിടെ വന്ന് നിങ്ങളൊന്ന് സെറ്റായി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേറൊരു അക്കോമഡേഷൻ ഒരു 1 മന്തിന് ശേഷം മാറിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അവിടെ ഇപ്പം കോഴ്സിന് വരുന്ന ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എൻക്വയറീസ് നടത്താറുണ്ട്. കൂടുതലും മാസ്റ്റേഴ്സ് വരുന്ന ആളുകളാണ്. കാരണം ഡിഗ്രി സ്റ്റുഡൻസ് അങ്ങനെ UK സെലക്ട് ചെയ്യുന്നത് ഉണ്ട്. പക്ഷേ ഒരുപാട് പേരങ്ങനെയില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഡിഗ്രി കോഴ്സ് എടുത്ത് UK വരുന്നത് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ 3-4 ഇയേഴ്സാണ് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് പീരീഡ് വരുന്നത്. മാസ്റ്റേഴ്സ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് 1 ഇയർ സ്റ്റുഡൻറ്റ് പീരീഡ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PSW 2 ഇയേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ജോലിയുടെ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിസയിലേക്ക് കയറാൻ പറ്റും. പക്ഷേ നമ്മൾ നിലവിൽ ഡിഗ്രി സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്റ്റുഡൻറ്റ് പീരീഡാണ് കൂടുതൽ. സ്ട്രഗിൾസ് കൂടുതലായിരിക്കും. ലോങ് ടൈം നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യും, മെൻ്റലി പ്രോബ്ലംസ് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാടാണ്, നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയേക്കാം, എന്നാൽ പോലും ഡോണ്ട് ഗിവ് അപ്പ് ചെയ്യാതെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു സ്ഥലത്ത് നമ്മൾ എത്തുക. എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് എനിക്കും ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കുന്നതും. എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മാസ്റ്റേഴ്സിന് വരിക, മാസ്റ്റേഴ്സ് 1 ഇയർ കഴിയുക, PSW ചെയ്യുക, പഠിച്ച് ജോലി നോക്കുക. ഇനി അങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒരു പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്നാൽ പോലും ഡിഗ്രി കോഴ്സ് ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യത്തില്ല. ഫിനാൻഷ്യലി ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള പേരൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കയറി വരണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നല്ല യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്ത് വരാൻ ശ്രദ്ധിക്കണം. കാരണം യൂണിവേഴ്സിറ്റീസ് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഏജൻസിയും പറയില്ല ഇന്ന യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവരിങ്ങനെ പോയ ഒരു സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്ന് അവരൊരിക്കലും പറയില്ല. കാരണം അവർക്കൊക്കെ കമ്മീഷൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി നല്ലൊരു എമൗണ്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് പറയത്തില്ല. അപ്പം ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കൂടുതലും ഇവിടെയുള്ള ആളുകളുമായിട്ട് റീച്ച് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റും. നമുക്ക് ഇപ്പം നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെടുക്കുക, അങ്ങനത്തെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് എനി ടൈം മെസ്സേജ് മീ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്ത് ചോദ്യവും നിങ്ങൾ ചോദിച്ചോ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടും നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ചെയ്യുന്നത് ബിസിനസ് കോഴ്സാണ്. നഴ്സിംഗ് കോഴ്സസ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. നഴ്സിംഗ് വരുമ്പോൾ അത് 3 ഇയേഴ്സ് തന്നെയാണ് വരുന്നത്. സയൻസ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്കും കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്കും നഴ്സിംഗ് എടുക്കാം. പക്ഷേ അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് മീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്രോബ്ലമേ ഉള്ളൂ. ഞാൻ വന്ന ടൈമിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വിസ റിജക്ഷൻസും കാര്യങ്ങളും ഒക്കെ പേടിച്ചിട്ടാണല്ലോ കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിലും ഇങ്ങോട്ടേക്ക് നഴ്സിംഗ് നോക്കാത്തതൊക്കെ. അപ്പം അതിന് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ല എന്നല്ല. അതിന് ഒരുപാട്
ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നഴ്സിംഗ് ആയിട്ടും വരാം. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനും അതൊന്നും പ്രശ്നമൊന്നും അല്ല. പിന്നെ ബിസിനസ് കോഴ്സാണ് ഞാൻ. അപ്പം എൻ്റെ ട്യൂട്ടേഴ്സൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവരാണ്. വർക്ക് ചെയ്തവരുണ്ട്, വേറെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തവരുണ്ട്, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ടീച്ചേഴ്സ് ആയവരുണ്ട്. നല്ലതാണ് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഓവറായിട്ട് പഠിക്കാനോ ഒന്നുമില്ല. എനിക്ക് വരുന്നത് ഒരു എക്സാം ഉണ്ട്. എൻ്റെ ഈ ഇയറിൽ എനിക്ക് ഒരു എക്സാം ഉണ്ട്. ലാസ്റ്റ് സെമ്മാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇനിയിപ്പം നെക്സ്റ്റ് 2 months കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൻ്റെ വെക്കേഷൻസ് തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാംസ് ഇല്ലാത്തത് കൊണ്ടാണ്. എക്സാം ഉള്ളത് വരുന്നത് കുറച്ചും കൂടെ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ഉള്ള ടൈമിൽ എക്സാംസൊക്കെ വരും. എക്സാം ഉള്ളവർക്ക് ഞാൻ കൂടുതലും അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് എൻ്റേത്. അസൈൻമെൻറ്റ്സ് ആണ് എനിക്ക് വെക്കേണ്ടത്. അപ്പോൾ അതിനും ക്രൈറ്റീരിയാസ് ഉണ്ട്. മീറ്റ് ആകണം. മീറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ജയിക്കില്ല, നമ്മൾ ഫെയിലിയർ നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ ഫെയിലാവുന്ന സ്റ്റുഡൻസും ഉണ്ട്. ഈവൻ നമുക്ക് ഫെയിലായാലും നമുക്ക് റീസെറ്റ് കിട്ടും. അതിന് നമുക്ക് എഴുതി അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. എക്സാംസ് ആണെങ്കിൽ എഴുതിയെടുക്കാം. അസൈൻമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടേഴ്സിനോടൊക്കെ ആലോചിച്ച് സംസാരിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബെറ്ററായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പാസ്സായി പോകും. പിന്നെ നമ്മൾ ഇൻവോൾവ് ആവണം ഇവിടെ ക്ലാസ്സുകളിലൊക്കെ. അതാണ് നമ്മുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും വെറുതെ പാസ്സായി പോവില്ല, അങ്ങനെ ഒരു ചിന്തയിൽ വരരുത്. വെറുതെ പാസ്സായി പോവില്ല, കഷ്ടപ്പെടണം. അത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ഒരു രീതിയിലൊന്നും ഇവിടെ ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഇല്ല എന്നല്ല, ഇവിടെയാണ് ഏറ്റവും ഫ്രീഡം ഉള്ളത്. ക്ലാസ്സിലിരുന്ന ഒരു ഫോൺ അടിച്ചാൽ പോലും നമുക്ക് ഫോൺ എടുത്ത് വെളിയിൽ പോകാം, സംസാരിച്ചിട്ട് കയറി വരാം. അതൊന്നും അങ്ങനത്തെ ഒരു വിഷയമില്ല. നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്ട്രഗിളായിരിക്കും. അസൈൻമെൻറ്റ്സിനോടൊക്കെ വരുമ്പോൾ അതൊരു സ്ട്രഗിളായിരിക്കും എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, അവരുടെ ബിഹേവിയർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇവിടെയുള്ള ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും, ഇവിടുത്തെ സിറ്റിസൺസ് തന്നെ ആയിരിക്കും കൂടുതലും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരിൽ നിന്നല്ല, ഇന്ത്യൻസ് ഉണ്ട്. എനിക്ക് ഇന്ത്യൻസിനെ ടീച്ചേഴ്സിനെ ഇവിടെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ട്, ചൈന എന്നുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല ടീച്ചിങ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഹാർഡ് വർക്കാണ് കൺക്ലൂഷൻ വരുമ്പോൾ, നമ്മുടെ ഹാർഡ് വർക്കാണ് നമുക്ക് പേ ഓഫ് ചെയ്യുന്നത്. ഇവിടെ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലെ പഠിക്കാതെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താൽ ഓക്കെയാണ്. പിന്നെ വേറൊരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്, ഇവിടെ വന്നു കഴിയുമ്പം ആളുകളുടെ ബിഹേവിയർ എങ്ങനെയുണ്ട് എന്നുള്ളത്. നിറത്തെ പറഞ്ഞുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചിലവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ഇതുവരെ ദൈവം സഹായിച്ചിട്ടാണോ ആവോ എനിക്കിതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എനിക്കിതുവരെ അങ്ങനെ ഒരു ട്യൂട്ടേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പീഴ്സിൻ്റെയും അടുത്തുനിന്ന് എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ല. സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ കോപ്പറേറ്റീവാണ്, ഹെൽപ്ഫുള്ളാണ്, ഫ്രണ്ട്ലി ആണ്. നമ്മളും സംസാരിക്കണം. നമ്മൾ മിണ്ടാതിരുന്നാൽ അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കില്ല. അങ്ങനത്തെ ഞാൻ ഫേസ് ചെയ്ത ഓരോ ഘട്ടങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. കാരണം ഞാൻ വളരെ സൈലൻ്റായിട്ട് ക്ലാസ്സിലിരുന്ന ഒരാളാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ തന്നെ വിളിച്ച് പറയാൻ എനിക്കൊരു പേടിയായിരുന്നു. അതൊക്കെ മാറിയത് എൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് കയറിയപ്പോഴാണ്. ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് എനിക്ക് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ഈ രാജ്യം പഠിപ്പിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വരണം. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ഇവിടെ UK-യിലുള്ളത്. കാരണം എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഡിഫറെൻറ്റ് കൾച്ചേഴ്സൊക്കെ. സോ വരണം എല്ലാവരും. ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എൻ്റെ ഈ വീഡിയോ എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതുപോലെ തന്നെ ജെന്യുവനായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രോബ്ലംസ് ഒരുപാട് വരും, എന്നിരുന്നാൽ പോലും നമുക്ക്
ഫുള്ളി നമ്മൾ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിടത്തും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ കംഫർട്ട് സോണല്ലേ. അപ്പോൾ അതൊക്കെ വിട്ട് പുറത്തേക്ക് വരാം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ് UK എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഫീസൊക്കെ വരുന്നത് ഇപ്പോൾ 3 ഇയർ കോഴ്സ് ആണെങ്കിൽ നമുക്ക് പെർ ഇയർ ഇത്ര ഫീസ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പം എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിൽ 1 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് 2022 ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 15,100 pounds ആയിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നിയർലി മോർ ദാൻ 15 lakhs ആണ് ഇന്ത്യയിൽ. അപ്പോൾ അത് ഇച്ചിരി കൂടുതലാണ് നമുക്ക്. അതാണ് ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് അത്ര പ്രിഫർ ചെയ്യുന്നില്ല, ഫിനാൻഷ്യലി ഓക്കെ ആയവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ലോ ഇൻകം ഫാമിലീസിനും നമുക്ക് ട്രൈ ചെയ്യാവുന്നതുള്ളൂ. ഞാൻ പേഴ്സണലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ പേരൻസ് റിച്ച് ഒന്നുമല്ല, ഞങ്ങൾ വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലായിരുന്നു. എനിക്ക് എഡ്യൂക്കേഷണൽ ലോൺ ഉണ്ടായിരുന്നു നാട്ടിൽ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ലോണ്. പിന്നെ പേഴ്സണലി എൻ്റെ പേരൻസും എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഓഫ്കോഴ്സ് ഞാനിവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ. സോറി ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്ന, ഇവിടെ സ്റ്റുഡൻസ് ഇരിപ്പുണ്ട്, അവർ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൗണ്ട്സും കാര്യങ്ങളും ഒക്കെ. മാക്സിമം മാറിയാണ് ഇരിക്കുന്നത്, എന്നാലും വോയിസ് വരും, സോറി. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഇത്രയും സ്ട്രഗിളാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഫീസ് അടയ്ക്കാം എന്നുള്ളൊരു മോട്ടീവിൽ വരരുത്, അത് നടക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുഡൻസ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഡ്രോബാക്ക് അതാണ്. 20 hours മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 20 hours വർക്ക് ചെയ്ത് ഇവിടെ ഫീസ് പേ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 20 hours വർക്ക് ചെയ്യുന്നത് റെൻറ്റും ഫുഡും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് അഫോർഡബിൾ ആണെങ്കിൽ വരണം, ഉറപ്പായിട്ടും വരണം, എക്സ്പ്ലോർ ചെയ്യണം. കാരണം നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഒരു നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും എല്ലാം ഒരു അടിപൊളി കാര്യമാണ്. നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് പോവുക, പുതിയ ആളുകളെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, അവരുടെ കൾച്ചർ അതിൽ ജീവിക്കുക, അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. ഉറപ്പായിട്ടും വരണം. പക്ഷേ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആണോ, നിങ്ങൾ ഓക്കെ ആണോ, സേഫാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കയറി വരാൻ. ഒരിക്കലും നമ്മൾ ഇങ്ങ് പോരും, പിന്നെ നമ്മുടെ ഫാമിലിയാണ് നാട്ടിലുള്ളത്. അപ്പം അവർക്കൊരു പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻസ് ഇടാം. ഞാൻ ആ കമൻസ് നോക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, എന്നെ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ കൂടെയുള്ള ജേർണി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാനിടുന്ന വീഡിയോസും എന്നെയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താവശ്യമുണ്ടെങ്കിലും UK എന്തിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിലും, ലൈക്ക് സ്റ്റുഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. നമുക്കുള്ള ഫ്രണ്ട്സ് കൂടുതലും മാസ്റ്റേഴ്സ് ചെയ്യുന്നവരാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ UG ചെയ്യാൻ വരുന്ന പറഞ്ഞല്ലോ ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കഴിഞ്ഞവരുണ്ട്, അതുപോലെ റിസർച്ച് പേപ്പേഴ്സിനെ പറ്റി അറിയാവുന്നവരുണ്ട്. അപ്പം ഞാനെല്ലാം പറയാം, നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.